+1 പഠിക്കുമ്പോഴായിരുന്നു ആ സംഭവം. ഗ്രീൻ റൂമിൽ വെച്ച് രാമകൃഷ്ണ സാറിനെ കണ്ടു. RLVക്ക് പിന്തുണയുമായി മിയ. കലാമണ്ഡലം സത്യഭാമ നടത്തിയ അധിക്ഷേപത്തിൽ RLV രാമകൃഷ്ണന് പിന്തുണയുമായി നടി മിയ. വർഷങ്ങൾക്ക് മുൻപുള്ള അനുഭവം പങ്കുവെച്ചുകൊണ്ടാണ് മിയ സംസാരിച്ചത്. അന്ന് തന്നെ ആശ്വസിപ്പിച്ച ഒരു മനുഷ്യൻ ഇതുപോലെയുള്ള അധിക്ഷേപം നേരിടാൻ പാടില്ല. നെഗറ്റീവ് ഒട്ടുമില്ലാത്ത, വളരെ പോസിറ്റീവായും സ്നേഹത്തോടെയും ഇടപെടുന്ന നല്ല അധ്യാപകനാണ് അദ്ദേഹം. എല്ലാ പിന്തുണയുമായി ഞാനും കൂടെയുണ്ട് എന്നാണ് മിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത്. മിയയുടെ വാക്കുകൾ: RLV രാമകൃഷ്ണൻ സാറിനെതിരെ വളരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഒരാൾ സംസാരിക്കുന്ന ഒരു വീഡിയോ കാണാനിടയായി. ഈ സമയത്ത് രാമകൃഷ്ണൻ സാറിനെ കുറിച്ച് എനിക്കുണ്ടായ നല്ല അനുഭവം നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി. കുറെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ +1 പഠിക്കുന്ന സമയത്താണ് സംഭവം. പാലായിൽ കോട്ടയം ജില്ലാ കലോത്സവം നടക്കുകയായിരുന്നു. അവിടെ വെച്ച് മോഹിനിയാട്ട മത്സരത്തിനിടെയുണ്ടായ സംഭവമാണ്. മോഹിനിയാട്ട മത്സരത്തിന് ഒന്നാമതായി ഞാൻ സ്റ്റേജിൽ കയറി കളിച്ചു. 8:30 ആയപ്പോഴേക്കും പാട്ട് നിന്നുപോയി. പക്ഷെ പാട്ടില്ലാതെ ഞാനത് പൂർത്തിയാക്കി. സാങ്കേതിക തകരാറ് മൂലമോ കർട്ടൻ താഴെ വീണു പോകുകയോ ചെയ്തതാണ് പ്രകടനം നിർത്തേണ്ടി വന്നതെങ്കിൽ ആ കുട്ടിക്ക് വീണ്ടും അവസരം കൊടുക്കണമെന്നൊരു നിയമമുണ്ട്. എന്റെ മമ്മി അത് വന്ന് അധികൃതരോട് സംസാരിച്ചു. അങ്ങനെ വീണ്ടും കളിക്കാനുള്ള അവസരം കിട്ടി. ഇനിയും 5-6 പേർ മത്സരത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഗ്രീൻ റൂമിൽ പോയി വിശ്രമിക്കുന്നതിനിടെ രാമകൃഷ്ണൻ സാറിനെ കണ്ടു. രാമകൃഷ്ണൻ സാർ എനിക്കൊപ്പം മത്സരിക്കുന്ന ഒരു കുട്ടിയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. മോള് വിശ്രമിക്ക്, വെള്ളം വേണോ എന്ന് ചോദിച്ചു. സമാധാനമായി ടെൻഷനൊന്നുമില്ലാതെ പോയി മത്സരിക്കൂ എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ട എല്ലാ പിന്തുണയും തന്ന് സ്റ്റേജിലേക്ക് കയറ്റിവിട്ട ആളാണ് അദ്ദേഹം. അങ്ങനെയാണ് അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത്. അപ്പോൾ പേരൊന്നും അറിയില്ലായിരുന്നു. കലാഭവൻ മണിയുടെ സഹോദരനാണെന്ന് ആരൊക്കെയോ പറയുന്നത് കേട്ടു. അങ്ങനെ വളരെ ബഹുമാനത്തോടെയാണ് അദ്ദേഹത്തെ കണ്ടിരുന്നത്. പിന്നീട് മത്സരത്തിന്റെ ഫലം വന്നപ്പോൾ എനിക്ക് 1ാം സമ്മാനം കിട്ടുകയും ചെയ്തു. ആ സമയത്ത് സാറിന്റെ കുട്ടിക്കെതിരെ മത്സരിക്കാനുള്ള ആളായിട്ട് പോലും എന്നെ സഹായിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ആളാണ് രാമകൃഷ്ണൻ സാർ. ആ കുട്ടിക്ക് കഴിക്കാൻ വെച്ചിരുന്ന ഓറഞ്ച് പോലും എനിക്ക് കഴിക്കാൻ തന്നു. ഇതൊക്കെ മമ്മിയുടെ അടുത്തും അധ്യാപകരുടെ അടുത്തും ഞാൻ പറഞ്ഞു. നെഗറ്റീവ് ഒട്ടുമില്ലാത്ത, വളരെ പോസിറ്റീവായും സ്നേഹത്തോടെയും ഇടപെടുന്ന നല്ല അധ്യാപകനാണ് അദ്ദേഹം. ആ സമയത്ത് ഞാൻ നടിയായിട്ടൊന്നുമില്ല. ഈ സംഭവം എന്നെയും കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇതുപോലെയുള്ള അധിക്ഷേപം നേരിടാൻ പാടില്ല. എല്ലാ പിന്തുണയുമായി ഞാനും കൂടെയുണ്ട്.